പ്രവാസലോകത്തെ വാർത്തകൾ. ഹെൽത്ത് ഇൻഷുറൻസ് നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സൗദി അറേബ്യ. നിയമലംഘനം നടത്തിയ തൊഴിലുടമകൾക്ക് 40 ലക്ഷം റിയാൽ പിഴ ചുമത്തി. ഹെൽത്ത് ഇൻഷുറൻസ് നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ കർശന നടപടിയുമായി സൗദി കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. കഴിഞ്ഞ 3 മാസത്തിനിടെ നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ വിവിധ നിയമലംഘകരിൽ നിന്ന് ഏകദേശം 40 ലക്ഷം റിയാലാണ് പിഴയായി ചുമത്തിയത്. തൊഴിലാളികളുടെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് പ്രധാനമായും നടപടിക്ക് കാരണമായത്. നിയമലംഘനം കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി കൗൺസിൽ നിശ്ചിത സമയം അനുവദിച്ചിരുന്നു. എന്നാൽ ഈ കാലാവധി പിന്നിട്ടിട്ടും വീഴ്ചകൾ പരിഹരിക്കാത്ത തൊഴിലുടമകൾക്കെതിരെയാണ് ഇപ്പോൾ കനത്ത പിഴ ഈടാക്കിയിരിക്കുന്നത്. അംഗീകൃത ഇൻഷുറൻസ് കമ്പനികൾ വഴി തൊഴിലാളികളുടെ ഇൻഷുറൻസ് പ്രീമിയം പൂർണ്ണമായും അടയ്ക്കാൻ തൊഴിലുടമ ബാധ്യസ്ഥരാണ്. ഇൻഷുറൻസ് വിഹിതം അടയ്ക്കാത്ത ഓരോ വ്യക്തിക്കും പ്രത്യേകമായ പിഴ ഈടാക്കുന്നതിനൊപ്പം നിയമലംഘനത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കടുത്ത ശിക്ഷാ നടപടികളും കൗൺസിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിനും വിസ സേവനങ്ങൾക്കും താൽക്കാലികമായോ സ്ഥിരമായോ നിരോധനം ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഇതിൽ ഉൾപ്പെടും. തൊഴിലുടമകൾക്ക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനാവശ്യമായ പിന്തുണ കൗൺസിൽ നൽകുന്നുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷയുടെ സുസ്ഥിരത ഉറപ്പാക്കി ഹെൽത്ത് മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഈ നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ഓൺലൈൻ പണമിടപാടുകൾക്ക് മൊബൈൽ ID നിർബന്ധമാക്കി. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് തടയിടാൻ ഇത് സഹായിക്കും. കുവൈറ്റിൽ സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനും ഇടപാടുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പുതിയ നിർദ്ദേശം. ഓൺലൈൻ പണമിടപാടുകൾക്ക് കുവൈറ്റ് മൊബൈൽ ID ആപ്പ് വഴിയുള്ള ഡിജിറ്റൽ സ്ഥിരീകരണം നിർബന്ധമാക്കി. സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റാണ് പുതിയ നിർദ്ദേശം നൽകിയത്. OTP തട്ടിപ്പുകളിലൂടെ പണം നഷ്ടപ്പെടുന്നത് തടയാനും ഇടപാടുകൾക്ക് ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കാനുമാണ് നടപടി. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ എക്സ്ചേഞ്ച് ആപ്പുകൾ വഴിയോ പണം അയക്കുമ്പോൾ ഉപഭോക്താവിന്റെ വ്യക്തിവിവരം ഉറപ്പാക്കാൻ മൊബൈൽ ID ഉപയോഗിക്കണം. കുവൈറ്റിലെ എല്ലാ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇത് നടപ്പിലാക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ ചോർത്തി പണം തട്ടുന്നത് തടയാൻ ഇതുവഴി സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റിനിൽ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമത്തിൽ കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്തുന്നു. നിയമഭേദഗതി ബഹ്റിൻ പാർലമെന്റ് പാസാക്കി. പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിന് കർശന നിബന്ധനകൾ ഏർപ്പെടുത്തുന്ന ട്രാഫിക് നിയമത്തിലെ 2 നിർണായക ഭേദഗതികളാണ് ബഹ്റിൻ പാർലമെന്റ് പാസാക്കിയത്. ലൈസൻസിന്റെ കാലാവധി പ്രവാസിയുടെ താമസരേഖയുമായി ബന്ധിപ്പിക്കുന്നതും വിദേശ അപേക്ഷകർക്ക് അധിക നിബന്ധനകൾ ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരം നൽകുന്നതുമാണ് പുതിയ ഭേദഗതികൾ. ഒന്നാമത്തെ ഭേദഗതി പ്രകാരം ഒരു പ്രവാസിക്ക് ലഭിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി അവർക്ക് രാജ്യത്ത് നിയമപരമായി താമസിക്കാൻ അനുമതിയുള്ള കാലയളവ് വരെ മാത്രമായിരിക്കും. വിദേശികൾക്ക് ലൈസൻസ് നൽകുന്നതിന് വരുമാനമോ തൊഴിലോ അടിസ്ഥാനമാക്കിയുള്ള അധിക നിബന്ധനകൾ നിശ്ചയിക്കാൻ എക്സിക്യൂട്ടീവ് അതോറിറ്റിക്ക് അനുവാദം നൽകുന്നതാണ് മറ്റൊരു ഭേദഗതി. ബഹ്റിൻ സർക്കാരിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് ഭേദഗതി നിയമം പാസാക്കിയത്. നിലവിലെ നിയമപ്രകാരം തന്നെ ലൈസൻസ് ലഭിക്കാനും പുതുക്കിയ സാധുവായ താമസരേഖ ആവശ്യമാണെന്നായിരുന്നു സർക്കാരിന്റെ വാദം. നടപടികൾ പൂർത്തിയാകുന്നതോടെ രാജ്യത്ത് നിയമം പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.